ഹലോ, ഗുഡ് ഈവനിങ്. ഞാനൊരു മുട്ടപ്രിയൊന്നുമല്ല. എന്നാലും പിന്നെ ഇവിടെ തണുപ്പല്ലേ, തണുപ്പിൽ നമ്മൾ മുട്ട കഴിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും തണുക്കൂല. ഇപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച പരുവത്തിലാണ് നമ്മളിവിടെ താമസിക്കുന്നത് കേട്ടോ, ഉത്തരാഖണ്ഡിൽ. അപ്പോൾ ഇവിടെ ദേശീയ ഉണ്ടാന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തണുപ്പ് സമയത്ത് പിന്നെ ടൂ വീലറിൽ ഒരുപാട് മുട്ട ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ 300 രൂപ, 360, 350, 420 ഉണ്ട് കേട്ടോ. ഇത് കാവുകളിൽ നിന്ന്, അതായത് വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ചെറിയ ഉൾനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് മുട്ട. ഇതിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, ഇതാ നാടൻ മുട്ട തന്നെയാണ്. കളർ കയറ്റിയിട്ടില്ലേ ഇത്, എവിടെ നിന്നൊക്കെയോ മുട്ടക്ക് കളർ കൊടുത്തിട്ട് ഇങ്ങനെ പോലീസ് പിടിച്ചിട്ടില്ല, കുഴപ്പമില്ല കണ്ടിട്ട്. അതൊന്നുമല്ല ഇത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മനസ്സിലാവില്ല, ഇതാ നല്ല ഒരു ഓറഞ്ച് മഞ്ഞയാണ്. മറ്റേ നമ്മളെ ലഗോൺ കോയിൻ്റെ മുട്ടയില്ലേ, കൊയിൻ്റെ അതിന് ഇങ്ങനെ മഞ്ഞ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കും. പിന്നെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ തോട് നല്ല ഹാർഡായിരിക്കും. ഈ നാടൻ മുട്ടയുടെ തോട് നല്ല ഹാർഡായിരിക്കും. മറ്റേതിങ്ങനെ പൊടിഞ്ഞു വന്ന ടൈപ്പല്ലേ. അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അവർ ഏതെല്ലാം വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. 380, 420 ഉള്ളത് അങ്ങനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ ഒന്നോ രണ്ടോ പൊട്ടിയാലോ മോശമായി പോയാലോ ഒന്നും പിന്നെ അവർ തിരിച്ചെടുക്കൂലല്ലോ. ഇവർ എത്ര മുട്ട പൊട്ടിയെന്ന് നമ്മൾ ജസ്റ്റ് പറയുമുണ്ട്. എത്ര മുട്ട, ചിലപ്പോൾ ഒരു 2 3 എന്തെങ്കിലും മോശമായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയുമുണ്ടു. ഇത്ര മുട്ട ഇങ്ങനെ ആയിരുന്നാണ് അവരൊന്നും ചോദിക്കാണ്ട് അവർ തരുന്നുണ്ട്. കുരുമുളക് പൊടിയെടുക്കാൻ പോയതാ. പിന്നെ അങ്ങനെ. അപ്പോൾ അതും ഒരു കാര്യമുണ്ട്. ഇത് ഇപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, പിന്നെ എൻ്റെ അടുത്ത് ഒരു 10-12 മുട്ടയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് 10-12 ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുതിയ മുട്ട തന്നേന്ന് പറഞ്ഞിട്ട് ആ 12 തിരിച്ചു കൊടുത്തിട്ട് പുതിയ 12 തന്നു. അങ്ങനെയല്ല ഏടിയും കേട്ടിട്ടുണ്ടാ, നമ്മൾ ഏടിയും ഉണ്ടാവില്ല അല്ലേ, എന്നാ സംഭവം എന്നറിയില്ല. അങ്ങനെ തന്നു. പഴയ 12, പഴയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഒരാഴ്ച എല്ലാം തോന്നുന്നു, അതിനേക്കാളും കൂടുതലായി, 15 ദിവസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ട് ആവി പോകുന്നുണ്ട്, കാണുന്നുണ്ടോ ആവോ, എല്ലാവരും കാണുന്നുണ്ടോ ആവോ. അപ്പോൾ അത് 12 തിരിച്ചു കൊടുത്തിട്ട് അവർ അത് തന്നു. പാവം തോന്നുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ 1-2 ഒന്ന് ഇങ്ങനെ മോശമായിട്ടുണ്ടായിനി എന്ന് പറഞ്ഞു. ചത്ത മുട്ട എന്ന് കേട്ടിട്ടുണ്ടോ? ചീഞ്ഞ മുട്ടയല്ല, ചത്ത മുട്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതിനിടയ്ക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു താറാവിൻ്റെ വീഡിയോ കണ്ടുതരാമെന്ന് പിന്നെ അങ്ങനെ മനസ്സിലായത്. നമ്മൾ മുട്ട പൊട്ടിക്കുമ്പം വെള്ളയും ഉണ്ണിയും കലങ്ങി നിൽക്കാണ്ട്, ഈ മഞ്ഞ കളറിലത് കലങ്ങി നിൽക്കാണ്ട് ഇല്ല മുട്ടയായിരിക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അതിനെന്താന്ന് അവരെന്താ പറയുന്നത്, ചത്ത മുട്ട എന്നാട്ടോ പറയുന്നത്. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ഒഴിക്കുമ്പം മഞ്ഞ കലങ്ങിയാൽ മണമൊന്നും ഇല്ലെങ്കിലും അത് ഉപയോഗിക്കൂലേ? നിങ്ങൾക്ക് ആയിരിക്കും അറിയുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കൈ തണുത്തിട്ട് പോക്കറ്റിലിടുന്ന അങ്ങനെ. അപ്പം അങ്ങനെ കണ്ടിട്ട് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ 2 ഇങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറേ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതല്ലേ, പഴയതെല്ലാം ഉണ്ടോയെന്ന് അറിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ 2 തിരിച്ചും തന്നു കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഇനി ഒരു ക്യാരറ്റും കൂടി പൊട്ടിക്കാനുണ്ട്, അത് പൊട്ടിച്ചിട്ട് അതിലും കേടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ തന്നാൽ മതി. മോശമായ മുട്ടേൻ്റെ പകരം മുട്ട തന്നാൽ മതി, ഇല്ലെങ്കിൽ തരണ്ട. എനിക്കെന്തോ പാവം തോന്നി അയാളാ. എന്തോ സത്യസന്ധനായിട്ടാണ് പറയുന്നതെന്നറിയാം. പിന്നെ പറയാ കേടായിട്ടുണ്ടെ പറയേ വേണ്ടു, കാണിക്കൊന്നും വേണ്ട. കടക്കാരോടൊന്നും അങ്ങനെ കിട്ടൂലല്ലോ നമ്മൾ, മോശമായ മുട്ട ഒന്നും പിന്നെ മാറ്റി കിട്ടുമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഇന്ന് ഒരു മുട്ടക്കഥയാണ് സുഹൃത്തുക്കളെ, മുട്ടക്കഥ. ഈ മുട്ട കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ. ഇതുപോലെ ആക്കുക. 4 മുട്ട പുഴുങ്ങിയിട്ട് അതിൽ ഉപ്പ്, കുരുമുളക്, ഉള്ളി, തക്കാളി, പച്ചമുളക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് മുകളിലേക്ക് കൂടി ഇട്ടിട്ട് തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തണുപ്പറിയില്ല ശരിക്കും പറഞ്ഞാൽ. തണുപ്പിനിങ്ങനെ
മുട്ടയൊക്കെ കഴിക്കണം, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. ഇവരൊക്കെ അങ്ങനെ ആ തണുപ്പിനനുസരിച്ചുള്ള ഫുഡ് കഴിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവർ ജനിച്ച് വളർന്നതായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടികൾക്കൊന്നും അത്ര വലിയ കുഴപ്പമില്ല തണുപ്പിൻ്റെ. നമ്മളെ നാട് എല്ലാകുമ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന നാടിൻ്റെ കാലാവസ്ഥ തന്നെയല്ലേ നമ്മുടെ ശരീരത്തിന് പിടിക്കുക, അതാനൊക്കെ ഇഷ്ടവും. അങ്ങനെയാണ്. എന്നാലും ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ പറയും ഫുൾ എ സിയിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ച്. എല്ലാ തണുപ്പത്തും ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ്, ഫുൾ എ സിയിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് നിന്നാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം അങ്ങനെ നിൽക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതാണ് ഇന്നത്തെ മുട്ടക്കഥ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു സബ്സ്ക്രൈബും. ഓക്കെ, ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി കമൻ്റ് ഇടുന്നവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, നറുക്കിട്ടിട്ട്. നല്ല പ്ലാനാണോ? നല്ലതാണെങ്കിൽ പറയൂ, അങ്ങനെ ചെയ്യട്ടെ. കമൻ്റ് ഇട്ട് പറഞ്ഞോളൂ.